നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷിമോസം സേവാ യൂണിറ്റ് 2025 നവംബർ 18 തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയോട് ചേർന്ന് ഒരു ന്യൂനമർദ്ദം കോമോറിൻ പ്രദേശത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അനുബന്ധ ചക്രവാത ചുഴി സമുദ്രനിരപ്പിന് 5.6 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ച് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് സാവധാനം നീങ്ങാൻ സാധ്യതയുണ്ട്. കൂടാതെ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങാനും ശക്തി പ്രാപിക്കുവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 70 മുതൽ 80%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 2 മുതൽ 5 കിലോമീറ്റർ വരെ ആകാനുമാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ വിളകൾക്ക് ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ്. നെല്ലിനങ്ങളിൽ ചിനപ്പ് പൊട്ടുന്ന പരുവത്തിൽ 1 ഏക്കർ നെൽപ്പാടത്തിന് 15 കിലോഗ്രാം യൂറിയ, 8 കിലോഗ്രാം പൊട്ടാഷ് എന്ന രീതിയിൽ രാസവളങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ്. നെല്ലിൽ കാണുന്ന പോളരോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി എന്നീ രോഗങ്ങൾക്ക് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പയറിൽ കായ്തുറുപ്പന്റെ ആക്രമണം നിയന്ത്രിക്കാനായി വേപ്പിൻ കുരുസത്ത് 5% വീര്യത്തിൽ തയ്യാറാക്കി തളിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 2 മില്ലി ഫ്ലൂബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ അല്ലെങ്കിൽ ക്ലോറാൻട്രിനിപ്പോൾ 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ തളിച്ച് കൊടുക്കാവുന്നതാണ്. പാവലത്തിൽ പച്ചത്തുള്ളനെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക. അല്ലെങ്കിൽ തയോമെത്തോക്സാം 2 ഗ്രാം വെള്ളത്തിൽ കലക്കി തളിക്കുക. മൃഗസംരക്ഷണം: തൊലിപ്പുറമേയുള്ള പരാദങ്ങൾക്ക് എതിരെ ജാഗ്രത പുലർത്തണം. പനി, വിറയൽ, വിശപ്പില്ലായ്മ, മൂത്രത്തിൽ തവിട്ട് നിറം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം. നന്ദി.